പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ആശങ്കയായി മണ്ണെണ്ണ വില ഉയരുമെന്ന റിപ്പോർട്ട്. എണ്ണ കമ്പനികൾ മണ്ണെണ്ണ വില 53 രൂപ വരെ കൂട്ടിയേക്കുമെന്നാണ് വിലയിരുത്തൽ. വില വർദ്ധിക്കുന്നതോടെ മത്സ്യമേഖലയ്ക്ക് വൻ തിരിച്ചടിയാകും. അടിപൊളി, ഇതിന്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ പാചകവാതക ക്ഷാമം തുടരുകയാണ്. സംസ്ഥാനത്ത് ഇൻഡക്ഷൻ അടുപ്പുകളുടെയും മണ്ണെണ്ണ സ്റ്റൗവിന്റെയും വിൽപ്പന തകൃതിയായി നടക്കുന്നു. ഗ്യാസ് സിലിണ്ടറുകൾക്കായി കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പഴയ മണ്ണെണ്ണ സ്റ്റൗവുകളും ഇപ്പോൾ അടുക്കളകളിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. നഗരപ്രദേശങ്ങളിൽ വിറകടുപ്പുകൾ പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് പലരും പഴയ മണ്ണെണ്ണ സ്റ്റൗകൾ തേടി പോകുന്നത്. എന്നാൽ മണ്ണെണ്ണ ക്ഷാമമാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം. റേഷൻ കടയിൽ നിന്ന് തുച്ഛമായ അളവിൽ ലഭിക്കുന്ന മണ്ണെണ്ണ തികയാത്തതുകൊണ്ട് കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് പലർക്കുമുള്ളത്. എങ്കിലിനി അതും നടക്കില്ല. കാരണം മണ്ണെണ്ണ വില ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എണ്ണ കമ്പനികൾ മണ്ണെണ്ണ വില പുതുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 53 രൂപ വരെ കൂടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതേസമയം മണ്ണെണ്ണയുടെ അടിസ്ഥാന വിലയ്ക്കൊപ്പം കേന്ദ്ര സംസ്ഥാന GST നിരക്കായ 9% കൂടി വർദ്ധിപ്പിച്ചതാണ് വില കൂടാൻ കാരണമെന്നാണ് പറയുന്നത്. GST നിരക്ക് കുറച്ചാൽ ചെറിയ ആശ്വാസം ലഭിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. എന്നാൽ ഇപ്പോൾ അടുക്കളയിൽ മാത്രമല്ല ഈ മണ്ണെണ്ണ പ്രതിസന്ധി വരാൻ പോകുന്നത്. ഇത് മത്സ്യത്തൊഴിലാളി മേഖലകൾക്കാണ് വലിയ തിരിച്ചടിയാകുന്നത്. കേരളത്തിൽ ഇൻബോൾട്ട് വള്ളങ്ങളുടെ എണ്ണം കൂടുതലാണ്. കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാർ വള്ളങ്ങളുടെ മണ്ണെണ്ണ സബ്സിഡി 25 രൂപയിൽ നിന്ന് 50 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ എണ്ണ കമ്പനികൾ വില കൂട്ടുന്നത് കനത്ത പ്രഹരം തന്നെയാണ് നൽകുക. പോരാത്തതിന് മത്സ്യഫെഡ് ഏപ്രിൽ 1 മുതൽ ലിറ്ററിന് 51 രൂപയ്ക്ക് മുകളിലാണ് വർദ്ധിപ്പിച്ചത്. വില നിലവിൽ 153 രൂപയിലാണ് നിൽക്കുന്നത്. പ്രതിദിനം 140 ലിറ്റർ മണ്ണെണ്ണ വരെയാണ് ചെലവാകുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മൊത്തം 7000 രൂപയോളം ഇതിനായി ചെലവാകും. എന്നാൽ വില വർദ്ധിക്കുന്നതോടെ മത്സ്യബന്ധനത്തിന് പോകാൻ വൻതുക അധികം ചെലവഴിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ മത്സ്യത്തിനും വില കൂടും. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടി നൽകുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ വല നിർമ്മാണത്തിനുള്ള നൂലും കിട്ടാതായിട്ടുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നൂലിന് 1 കിലോയ്ക്ക് 30 മുതൽ 40 വരെ വില വർദ്ധിച്ചതായും പറയുന്നുണ്ട്. ഇതെല്ലാം മത്സ്യമേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.